ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു അടിപൊളി സിമ്പിൾ ചിക്കൻ കറി ഉണ്ടാക്കാം. അതിനാവശ്യമായ ചേരുവകൾ: തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, സവോള, ചിക്കൻ. ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനീ പറയുന്നത്. ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. അടുപ്പത്ത് വെച്ചതിന് ശേഷം ആ പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇടത്തരം 2 സവോള അരിഞ്ഞതിടുക. 2 ഇടത്തരം സവോള എടുത്തിട്ടുള്ള അത് അരിഞ്ഞിട്ടിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് ആയി വരുമ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആ ഉപ്പ് ഇടുന്നത്. ഉപ്പിട്ട് നല്ലവണ്ണം അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിൻ്റെ അകത്തോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ് ഞാൻ ഈ കൊത്തി അരിഞ്ഞിട്ടിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് മതി, 1/2 കിലോ ചിക്കനല്ലേ ഉള്ളൂ. അത് ഞാനിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് കൊണ്ടാണ് ഒത്തിരി തോന്നുന്നത്. അതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി ഈ പറഞ്ഞ കണക്ക് 3-4 അല്ലി മതി. പച്ചമുളക് ഇടുക. 2 പച്ചമുളക് കീറിയിട്ടാൽ മതി. അത് ഇപ്പോൾ അരിഞ്ഞുകൊണ്ടാണ് അത്രയും തോന്നുന്നത്. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇളക്കി ഒരു വഴന്ന് വരുമ്പോൾ അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് ഇച്ചിരി കറിവേപ്പില ഇടണം. ആവശ്യത്തിന് കറിവേപ്പില ഇട്ടാൽ മതി, ഒത്തിരി ഒന്നും ഇടണ്ട. പാകത്തിന് കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴന്ന് വരണം. ഒരുമാതിരി നല്ലവണ്ണം ഒരു ലൈറ്റായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ അതിൻ്റെ അകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല, മഞ്ഞൾപ്പൊടി നല്ലതാണ്. മഞ്ഞൾപ്പൊടി ഇടുക. അതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ഇടുക. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ആ മുളക് പൊടിയുടെയൊക്കെ ഒരു കുത്തൽ വരാം. അന്നേരം ഈ തീ ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെക്കണം, എങ്കിലേ അതൊന്ന് വഴന്ന് കിട്ടുള്ളൂ. അതിൻ്റെ ആ ഇതൊക്കെ പച്ചപ്പും മാറി കിട്ടും. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നല്ലവണ്ണം വഴന്ന ശേഷം നല്ലവണ്ണം വഴറ്റുക. നല്ലവണ്ണം ഇങ്ങനെ വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിൻ്റെ ആ പച്ചപ്പെല്ലാം മാറി കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുക. എല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം വഴന്ന് വരണമേ. നല്ലവണ്ണം ഒരുമാതിരി വഴന്ന് വരണം. അതിൻ്റെ ആ കുത്തലെല്ലാം പോയി നല്ലവണ്ണം വഴന്ന് വരുമ്പോൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ അകത്തോട്ട് ഇടുക. മീഡിയം സൈസ് തക്കാളി മതിയേ, ഒത്തിരി തക്കാളി വേണ്ട. 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ അകത്തോട്ട് ഇടുക. അത് അവിടെ കിടന്ന് നല്ലപോലെ ആ കൂടെ തന്നെ വഴന്ന് വരണം. തക്കാളി ഒരു ചെറുതായിട്ട് വെന്ത് വരണം. ഇടത്തരം ഒരുമാതിരി നല്ലപോലെ വെന്ത് വരണം. എന്നിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് അത് തുറന്ന് നോക്കുമ്പോൾ നല്ലപോലെ വെന്ത് കാണും. അതിൻ്റെ അകത്തോട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുക. 1/2 കിലോ ചിക്കനാണ്. ആ ചിക്കൻ ഇട്ടിട്ട് നല്ലവണ്ണം എല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ആ മസാലയൊക്കെ അതിൻ്റെ അകത്തൊന്ന് പിടിച്ച് വരണം. അതിനാണ് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ അകത്ത് ആ ചിക്കൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് റെഡിയായി വരണം. നല്ലവണ്ണം ഇളക്കി തട്ടിപ്പൊത്തി ഒന്നും കൂടെ മൂടി വെക്കണം. ഒരു 5 മിനിറ്റ് മൂടി വെക്കണം. ഒന്നും കൂടെ 5 മിനിറ്റ് മൂടി വെച്ച ശേഷം ഒന്ന് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. ആ പാകത്തിനുള്ള ഉപ്പിടുക. നമ്മളിപ്പോൾ മുമ്പേ കുറച്ച് ഉപ്പിട്ടതാണ്. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കുക. നല്ലവണ്ണം എല്ലാം വശവും ആ മസാല പിടിക്കത്തക്ക രീതിയിൽ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് തിളപ്പിച്ച് വെച്ച വെള്ളം ഒഴിക്കുക. പാകത്തിന് ഇച്ചിരി വെള്ളം തിളപ്പിച്ച് വെച്ചത്, അതിന് പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക. സ്വല്പം വെള്ളവും കൂടെ വേണം. ഒരു തുള്ളി വെള്ളവും കൂടെ അതിൻ്റെ അകത്തോട്ട് നമുക്ക് തിളപ്പിച്ച് വെച്ചത് ഒഴിക്കാതെ സ്വല്പം വെള്ളവും കൂടെ വേണം. അതും കൂടെ ഒരു സ്വല്പം വെള്ളം കൂടെ ഒഴിക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് മൂടി വെക്കുക. ഒരു 5 മിനിറ്റ് മൂടി വെച്ച ശേഷം തുറന്ന് നോക്കുമ്പോൾ ചിക്കൻ 1/4 വേവായി കാണും. ഈ 1/4 വേവായ ചിക്കൻ ഉടഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി ഇട്ട് ഇളക്കിയാൽ അത് ഉടഞ്ഞു പോവേ. അതുകൊണ്ട് ഉടഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. ഇതിപ്പോൾ ഇടുന്നത് എന്നാന്ന് പറയട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഫ്ലേവറും പോവും, രുചിയും കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ രുചി കിട്ടും. എന്നിട്ട് ഒരു 1/2 മുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക.
അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ച ശേഷം ഒരു 1-2 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെക്കണം. ഇളക്കിയിട്ട് ഒരു 1-2 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. ഒരു 1-2 മിനിറ്റ് അടച്ച് വെച്ച ശേഷം തുറന്ന് നോക്കുമ്പോൾ സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി.